ഞാൻ കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു. നിർത്തിയില്ലെങ്കിൽ ഓരോ വർഷം ലീവിന് വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ആയിക്കൊണ്ടിരിക്കും. അവസാനം ഞാൻ നോക്കണ്ടേ, ഒന്നുകൂടെ വേണം ഇപ്പൊ ഒരു ആഗ്രഹം. പക്ഷെ ഇവൻ സമ്മതിക്കത്തില്ല. ഒരു അനിയനോ അനിയത്തി വേണ്ടേ? കാര്യം കാരണം എന്താ പോലെ പുതിയൊരാള് വന്ന അതായിരിക്കുമല്ലോ. അതായത് ഇവൻ എന്റെ കൂടെ കിടക്കണം, എന്റെ കയ്യിലാ കിടക്കണേ, അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ മാറിപ്പോവും എന്നുള്ളൊരു ചിന്തയായി കൊച്ചു പ്രായത്തിലെ. അതുകൊണ്ട് നമ്മൾ വേറൊരു കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴേ ഇവിടെ കിടന്ന് നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. വേണ്ട വേണ്ട, നമ്മളെ അറിയത്തില്ല, നമ്മുടെ ബ്ലോഗ് ഒന്നും കാണാത്തവരായിരിക്കാം, ജസ്റ്റ് ഷോർട്ട് കാണുന്നവരാണ്. അപ്പോൾ എനിക്കതൊക്കെ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ ഉറക്കം വന്നില്ല, ഭയങ്കര ടെൻഷൻ വിഷമമൊക്കെ ആയിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അതെന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത ചേട്ടൻ്റെ മനസ്സിലിപ്പോൾ ഈ വീഡിയോ ഓടണമെന്നാണല്ലോ, എല്ലാവരും അങ്ങനെയാണ്. ഈ ഇന്റർവ്യൂ എടുക്കാൻ വന്നവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇത്രയും ദൂരം അവർ കാറ് പെട്രോൾ അടിച്ച് വന്നു, ഇത്രയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും വീഡിയോ ഓടണം, റീച്ച് ആവണം. ആ ഷോർട്ടിലൂടെ ബ്ലോഗ് ഈ ലോങ് വീഡിയോ കയറി കാണണമെന്നാണല്ലോ അവർ ചിന്തിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തും കിട്ടും. ഞാൻ പറഞ്ഞതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കിയാൽ ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിനെ പറ്റി മൂന്നാമതൊരു കുഞ്ഞ് വേണോ എന്ന ആഗ്രഹം ഉണ്ടോ എന്ന് ഈ ആങ്കർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, എപ്പോഴും ഇതുപോലെ പറഞ്ഞ് കളിയാക്കുവാണ്. ഞങ്ങളുടെ ഒരു ബന്ധു ഒരു അനിയത്തിയുണ്ട്, അനിയത്തി. അപ്പൊ ഇവരെ അടുപ്പിച്ചടുപ്പിച്ച് വലിയ വ്യത്യാസമില്ലല്ലേ, ടിങ്സ് പോലെ ആയിപ്പോയി. അപ്പൊ അന്ന് ഈ കൂടുതൽ നാൾ ഇവിടെ നിൽക്കായിരിക്കുന്നില്ല, നന്നായി പൊക്കോ. എന്നിട്ട് നമ്മള് സിസേറിയനായിരുന്നു രണ്ടപ്പോ നിർത്തിയപ്പം അവള് പറയും നിർത്തിയില്ലെങ്കിൽ ഓരോ വർഷം ലീവിന് വരുമ്പോ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ആയിക്കൊണ്ടിരിക്കും. അവസാനം ഞാൻ നോക്കണ്ട. അതെന്താ പറയേണ്ട, ഞാൻ നോക്കേണ്ട വരുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം നമുക്ക് ഫാമിലിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും ഒരു കണക്ഷൻ കാണുമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വയ്യായ്മ വന്നാലോ അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ വന്നാലോ, അറിയാലോ കല്യാണം കഴിഞ്ഞ് കടവും ഇതൊക്കെ ആയി. അപ്പോൾ അത്ത ഒരുപാട് നാളെ നിന്നില്ല. 15 ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ അത്ത സൗദിയിൽ തിരിച്ച് പ്രവാസിയായി പോയി. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി ഒരു 4 മാസം ആയപ്പോൾ അണ്ണനും തിരിച്ചു പോയി. അപ്പോൾ ഡെലിവറി സമയത്ത് ഞാനും എൻ്റെ അമ്മായും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അമ്മ എന്തിനെല്ലാം ഓടണം, ബില്ലടയ്ക്കാൻ ഓടണം, മരുന്ന് വാങ്ങാൻ ഓടണം, അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഒരു അമ്മ ഓടണം. നമ്മളെ വേദ് കുളിപ്പിക്കണം, കുഞ്ഞിനെ നോക്കണം, ആദ്യം ഡെലിവറി ആണ്, വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ മോളാണ് സാച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. തീരെ കൊച്ചു വെച്ചല്ല, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരത്തി വന്ന് നിന്ന് നോക്കി, മോനുകുട്ടൻ്റെ ഡെലിവറിയിൽ പൊന്നൂസ് കുഞ്ഞാണല്ലോ, 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയ സമയം. അപ്പം ആ സമയം പൊന്നൂസിനെ നോക്കിയതും സാച്ചിയാണ്. അപ്പം ഞാൻ അന്ന് വീഡിയോ കോളൊക്കെ വിളിക്കുന്ന സമയത്ത് സാച്ചിയെ കാണിക്കുമ്പോൾ സാച്ചി പറയും നിങ്ങൾക്ക് അങ്ങനെ അവിടെ ഇരുന്ന് സൂചിച്ചാൽ മതിയില്ല, ഞാനില്ല ഇവിടെ ഒന്ന് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ കസിൻസിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കലില്ലേ. അപ്പോൾ ആ ഒരു ടോക്കാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോയത്. അത് സിസ്റ്റർ പറഞ്ഞ കാര്യം കട്ട് ചെയ്തിട്ട് ഓരോ വരവിന് വരുമ്പോഴും ഇങ്ങനെ ഗർഭിണി ആയിക്കൊണ്ടിരിക്കും, ഞാൻ നോക്കണം എന്നുള്ള അവിടം തൊട്ടാണ് വന്നത്. എൻ്റെ പൊന്നേ, എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത് കമൻസുകൾ വായിക്കുന്നില്ല. കാരണം അത് വായിക്കാനുള്ള ത്രാണി എനിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. പിന്നെ അതിൽ എനിക്ക് പറയാൻ മോളെ പിറ്റേ മാസം പ്രഗ്നൻ്റ് ആയി എന്ന് പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല. കാരണം ഞാനൊരു നഴ്സ് ആയിരുന്നു, ഇപ്പം അല്ല, വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയോ സിസേറിയനും എത്രയോ ഡെലിവറിയും എത്രയോ അബോർഷൻസും കണ്ട് ഏതെങ്കിലും നേഴ്സുമാർ വന്ന് കമൻറ്റ് ഇടുമോ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അയ്യേ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം കണ്ട് നമ്മളിപ്പം വക്കീലിനോട് പറയും, ചെറിയൊരു നിസ്സാര കേസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഡോക്ടറിനോട് പനിയാകുമ്പോഴോ പോകുമ്പോൾ നമ്മുടെ അമ്മമാർ അവരൊക്കെ കണ്ട് തഴമ്പിച്ച് കിടക്കുവാണ്, പോലീസിനെ ആയാലൊക്കെ പറയും. അപ്പം അതുപോലെ നമ്മൾ കണ്ട് തഴമ്പിച്ചുകൊണ്ടും എനിക്കത് പറയാനൊരു മടിയോ ഒരു നാണക്കേടോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത് പിറ്റേ മാസം പ്രഗ്നൻ്റ് ആയി എന്ന്. അപ്പം അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന പ്രശ്നം. ഒരു ആൻറ്റി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ പണ്ടുള്ള ആൾക്കാർ പറയുമല്ലോ, 2 മലകൾ തമ്മിൽ ചേർന്നാലും ചേരില്ലായിരുന്നു. അപ്പോൾ പെണ്ണ് തന്നെയാണ് എപ്പോഴും ശത്രു. അപ്പോൾ എന്നെ ജസ്റ്റ് വീഡിയോയിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, സംസാരിച്ചില്ല, പക്ഷെ എന്നെ ഇഷ്ടമല്ലായിരിക്കാം. അപ്പം ജസ്റ്റ് നമുക്ക് വീഡിയോയിലൊക്കെ വന്ന് ബാഡ് കമൻറ്റ് ഇടുമ്പോൾ ഞാനൊരു ചെറു പുഞ്ചിരിയോടെ കളയുന്നത്, ഞാൻ ഒരിക്കലും ബ്ലോക്ക് ചെയ്തിടാറില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചാനലിൽ വന്ന് എന്തെങ്കിലും എഴുതി വെക്കുമ്പോൾ ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞാലോ എന്ന് കരുതിയാലും ഈ ഇൻ്റർവ്യൂവിനകത്ത് പോയി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും പ്രശ്നമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായി. സാധാരണ എന്തെങ്കിലും എഴുതി വെച്ചാൽ പോട്ടെ, ഇത് ഭയങ്കര തന്തയില്ലായ്മ എന്ന് തന്നെ പറയണം. അമ്മാതിരി രീതിയിലാണ് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പേരൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ, കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ പേര് പറഞ്ഞിട്ട് ചേച്ചി ഫേമസ് ആവണ്ട ഇല്ല, അങ്ങനെ ഫേമസ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആരാണെന്ന് അത് വലിയ പേരൊന്നും കാര്യങ്ങളോ ഇല്ല. കാരണം എനിക്കിപ്പോൾ പറയാൻ പറ്റും എൻ്റെ അത്ര ഇതാണ്, എൻ്റെ അമ്മ ഇതാണ്, എൻ്റെ ഹസ്ബൻഡ് ഇതാണ്, എൻ്റെ മക്കൾ ഇതാണ്. ഈ പുള്ളിക്കാരിക്ക് വന്നിന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരിങ്ങനെ. കാരണം അവർക്കും തെരുവിലിട്ടും പുള്ളിക്കാരിക്കും ചെപ്പ അടിച്ച് പൊളിക്കുന്ന രീതി അടിയിട്ടും. കാരണം അമ്മാതിരി തെണ്ടിത്തരങ്ങളൊക്കെ അല്ലേ വന്ന് എഴുതി വെക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വരെ എനിക്കിഷ്ടമല്ലാത്തൊരു വീഡിയോ ആണെങ്കിൽ ഞാൻ മാറ്റി പോകുമെന്നല്ലാതെ ഇന്ന് വരെ എൻ്റെ കൈ കൊണ്ടൊരു ബാഡ് കമൻറ്റ്, ഒരു ബാഡായിട്ടുള്ളൊരു ഇതുപോലും ഞാൻ ഇട്ടിട്ടില്ല. കാരണം നമുക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ മാറിപ്പോവുക, അല്ലാതെ അവരെ വിഷമിപ്പിക്കാൻ നിന്നിട്ടില്ല ഞാൻ ഇതുവരെ. എനിക്കത് പറയാൻ പറ്റും, 100% ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ പറ്റും. എനിക്ക് എന്നിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. സ്വയമേ നമ്മളെയാണ് ആദ്യം നമ്മൾ ഇത് ചെയ്യേണ്ടത്.
സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എന്നെ നല്ല ബഹുമാനമാണ്. എനിക്ക് ഞാൻ എന്നെ ബഹുമാനിച്ചാലേ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറ്റുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കമന്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അറ്റാക്ക് വരുന്ന പോലെ ആയിപ്പോയി. അപ്പോൾ എന്താണ് അമ്മച്ചി എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വെയിൽ ചാടി അഴിഞ്ഞാടി നടന്നതിന് ശേഷം ഗർഭം ഉണ്ടായപ്പം വീട്ടുകാർ എല്ലാവരും കൂടെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തതാണ് എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു ചാച്ചി, ഞാൻ ഞങ്ങളുടെ ബർത്ത്ഡേ വന്നാലും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വന്നാലും ഞങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ വന്നാലും ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇതിനകത്തൊക്കെ പോസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം വെറുതെ ഒരു ഡേറ്റ് വന്ന്. അപ്പം ഞങ്ങൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞ് നല്ല സന്തോഷമായി കല്യാണം കഴിച്ച ആൾക്കാരാണെന്ന് അതിൽ വന്ന ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. അപ്പോൾ സാക്ഷിക്ക് അത് പറ്റാത്ത എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ടൊരു സ്ത്രീയാണെന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു. ഇതാണ് ഈ ചേച്ചി പറഞ്ഞൊപ്പിക്കാൻ നോക്കുന്നത്. അപ്പം ഇത് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഇതൊന്നും പെണ്ണുപിള്ളേ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ കാണിക്കാം എന്നൊരു സമാധാനത്തിന്. ഇതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ ഇത് ഒറിജിനൽ ആകട്ടെ, ഒറിജിനൽ. ഇതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഡേറ്റ് ഓഫ് മാരേജ് 26/4/2015 ഏപ്രിൽ 26 എൻ്റെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ വീഡിയോസ് കഴിഞ്ഞ വർഷം ഇട്ടതും കേക്ക് മുറിച്ചതും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പിന്നെ ദാറുസലാം ഓഡിറ്റോറിയം, കാര്യറ, വിളക്കുടി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന നല്ല അടിപൊളി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എൻ്റെ അണ്ണൻ്റെ കല്യാണം നടന്നത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ ഈ പെണ്ണുപിള്ളെ കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ഉളുപ്പോ എന്തെങ്കിലും ഒന്ന് എന്തോ പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു മൈൻഡ് നിങ്ങളുടെ മനസ്സിൽ തോന്നാൻ വേണ്ടിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. കാരണം സാലിഹ ഷാജഹാൻ, അപ്പൊ ഇവരൊരു യൂട്യൂബറാണ്. ഇവർക്ക് ഏകദേശം 1 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂട്യൂബറാണ്. അപ്പൊ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഇവര്. അപ്പൊ ഇവർ ആദ്യം ഞാനൊരു ഷോർട്സ് കാണിച്ചില്ല. അപ്പൊ ആ ഒരു ഷോർട്സിനകത്ത് പറയുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് വൻ രീതിക്കുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നു. കാര്യം ആദ്യത്തെ ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിൽ തോന്നുന്നത് എന്താണ്, ഇവരെന്താണ് ഈ വന്നിട്ട് പറയുന്നത്, അതായത് ഭർത്താവ് ഓരോ ലീവിന് വരുമ്പോഴും ഓരോ പ്രാവശ്യം ഗർഭിണിയാവും എന്നുള്ളൊരു സംഭവം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ട് പറയുന്നു. പിന്നെ അതേപോലെ മോനുള്ളപ്പോ ഗർഭിണിയാവാൻ പറ്റുന്നില്ല എന്നുള്ള സംഭവം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര രീതിക്കുള്ള നെഗറ്റീവ് ആ ഒരു വീഡിയോന്റെ അടിയിനകത്ത് അത്യാവശ്യം വന്നിട്ടുണ്ടായി. അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ഇവർക്ക് ഇതിനൊരു എക്സ്പ്ലനേഷൻ ഇടേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പൊ ആ ഒരു എക്സ്പ്ലനേഷനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇവർ പറയുന്നത് ഇവരൊരു കസിന്റെ കാര്യമാണ്, കസിൻ സിസ്റ്ററിന്റെ കാര്യമാണ് ഇവർ പറയുന്നത്. പക്ഷേ അത് വീഡിയോ ഇവരൊരു ഷോർട്ടായിട്ട്, അതായത് ഫുൾ വീഡിയോനകത്ത് അവർ കസിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇതവർ എഡിറ്റ് ചെയ്തിട്ട് ഈ ഫുൾ വീഡിയോ കാണിക്കാണ്ട് ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് മാത്രം കാണിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കാണുമ്പോൾ എന്ത് വിചാരിക്കും, ഇവരെ പറ്റി തന്നെയാണ് പറയണതെന്ന് വിചാരിക്കും. സാലിഹ എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി തന്നെയാണ് ഇത്രയും വന്നിട്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയണേന്ന് വിചാരിച്ചിട്ടാണ് ഇവർക്ക് ഇത്രയും നെഗറ്റീവ് ഇതിനടിയിൽ വരുന്നത്. അപ്പൊ ഇവർക്ക് ഇത്രയും നെഗറ്റീവ് വരാനായിട്ടുള്ള കാരണം ആരാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ വീഡിയോ എഡിറ്റ് ചെയ്തേക്കണ ആള്. ആ ഒരു ഷോർട്ടായിട്ട് ആ ഒരു സംഭവം എഡിറ്റ് ചെയ്തേക്കണം. അത് അങ്ങനെ എഡിറ്റ് ചെയ്തേക്കണോണ്ടാണ് അതിന് ഇത്രയും റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പക്ഷേ ആ ഒരു റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാളെ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കണേണ്. ഒരാളെ വെറുതെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരാളെ വെറുതെ തെറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണേണ്. പിന്നെ ഇവർ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ, ആ ഒരു വീഡിയോനകത്ത് പറയുന്ന പല കാര്യങ്ങളും വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാര്യം ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല. കാര്യം ഇവർ ആ ഒരു ഫീൽഡിനകത്ത് വർക്ക് ചെയ്തേക്കണോണ്ടാണ് ഇവർക്ക് അങ്ങനെ പറയാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ തോന്നി എന്താണ് ഈ ഒരു വീട്ടിനകത്തുള്ള ഒരു, അതായത് വീട്ടിനകത്ത് ഇപ്പൊ ഉള്ളൊരു സ്ത്രീ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഗർഭത്തിനെ പറ്റിയും അതൊക്കെ കൊച്ചുങ്ങൾ ഇരിക്കുകയൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചിലപ്പോൾ പലർക്കും തോന്നിയേക്കാം. പക്ഷെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഫീൽഡ് അതാണ്. അതുകൊണ്ട് അവരങ്ങനെ പറയുന്നതിനകത്ത് നമുക്കൊന്നും അങ്ങനെ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതായത് നമ്മളൊരു റീച്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വേറൊരാളെ തെറിവിളി ഏൽപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കരുത് എന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് എത്ര ആണെങ്കിൽ അത് കണ്ടപ്പോഴത്തേക്കും പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബിസി.